HTX പ്ലസ് ഡീസൽ IMT ആണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ, 27 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. അത് പൊട്ടിയിട്ട് ഫ്രണ്ട് ടയർ പൊട്ടിയിട്ട് ലെഫ്റ്റ് പൊട്ടിയിട്ട് നിയന്ത്രണം വിട്ടിട്ട് കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോ വർഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു പുഷാക്ക് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ആംബിഷൻ ഓപ്ഷൻ വരുന്ന വാഹനം. 2022 മോഡൽ, 22 രജിസ്ട്രേഷൻ. കുറെ മാറ്റങ്ങളുണ്ട്. നമ്മള് എൻ്റയർലി റേറ്റ് വെട്ടി കുറച്ച് TVK ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തിരഞ്ഞെടുപ്പ് ചൂടിന് ശേഷം അല്ലേ നമ്മള് ക്യാപ്സിൽ വന്ന് വീഡിയോ ചെയ്യാണ്. ക്യാപ്സ് കാസ് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ്. അനസാണ് നമ്മുടെ കൂടെ. സ്വാഗതം അനസേ. അപ്പോ അനസിന് ഇവിടെ ഇപ്പൊ ആര് ജയിച്ചാൽ അനസിന് ഒന്നുമില്ല എന്ന് പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടിലെ അനസിന്റെ ആളാ ജയിച്ചത്. വിജയ് അണ്ണം ജയിച്ചില്ലേ? അണ്ണം തൂക്കി. അതിന് ഞങ്ങൾക്ക് വലിയ അത്ഭുതം ഇല്ല. ഞങ്ങൾക്ക് ആദ്യം അറിയായിരുന്നു, പിടിക്കുന്ന അറിയാം. ഓക്കെ, അപ്പൊ ക്യാപ്സിലെ നമ്മുടെ പുറകിൽ കാണുന്ന പോലെ തന്നെ ഈ സെഗ്മെന്റ് വാഹനങ്ങൾ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. നിങ്ങൾ നോക്കി നടക്കുന്ന നല്ല മോഡൽ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ ഓണർഷിപ്പും കമ്പനി വാറണ്ടിയും നിലനിൽക്കുന്ന വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാം. ഒരു നിരയുണ്ട് അല്ലേ, ഇഷ്ടം കോമ്പാക്ട് SUVന്റെ. ഓക്കെ, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അനസ ഏതായാലും വിജയ് ജയിച്ചില്ലേ, നമുക്ക് ഓരോ വണ്ടി ഒരു 50,000 വെച്ച് കുറച്ചങ്ങോട്ട് ഡിസ്കൗണ്ട് മേള ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറയുന്നത്, അത് മാത്രമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോരുത്. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് എന്ന് സഹായിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പണ്ടൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ 100 ലൈക്കൊക്കെ വരുന്നതാ. ഇപ്പൊ ലൈക്കൊന്നും വരുന്നില്ല. ഓക്കെ, ഞാൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോ വീഡിയോയിലേക്ക് പോകാം അല്ലേ. നമ്മുടെ ആദ്യ വാഹനം കിയ സെൽട്ടോസ് ആണ്. ക്യാപ്സ്, KIAPS. അതെ, കിയയുടെ വണ്ടികളാണ് കൂടുതൽ ഉണ്ടാവാറ്. അപ്പോൾ KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വാഹനം. ഏതാ മോഡൽ ഇത്? 2023 മോഡൽ, 24 രജിസ്ട്രേഷനിൽ വരുന്ന ഡീസൽ HTX പ്ലസ് IMT ആണ് വാഹനം വരുന്നത്. IMT ക്ലച്ച്ലെസ് ഗിയർ മാറ്റാൻ നമുക്ക്, ക്ലച്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ 24 എന്ന് പറയുമ്പോൾ 27 വരെ മൈലേജ് വാറണ്ടി. മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയാക്കാൻ വയ്യ. മൈലേജ് ഉണ്ടാവും, മൈലേജ് ഉണ്ട്. 20 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. 18-20 റേഞ്ച് കിട്ടും. ഡീസൽ, മാനുവൽ, സെമി ഓട്ടോമാറ്റിക് എന്തായാലും കിട്ടും. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. HTX പ്ലസ് ആണ് വാഹനം വരുന്നത്. X പ്ലസ് പറയുമ്പോൾ ഇതില് വെന്റിലേഷൻ ഒക്കെ വരുമല്ലോ, സീറ്റ് വെന്റിലേഷൻ വരും. എന്താ കുറവ്? GT ലൈൻ എന്താ കുറവുള്ള? GT ലൈനിന് 360 ഡിഗ്രി ക്യാമറ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി വയർലെസ് ചാർജർ എല്ലാം വരും. പിന്നെ വെന്റിലേഷൻ സീറ്റ് എല്ലാം വരും. അലോയ്സ്, പുഷ് ബട്ടൺ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന കമ്പനി വാഹനമാണ്. ഓക്കെ, ഇതിന്റെ ഓട്ടം ഹൈലൈറ്റ് ആണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000, 24, 25 അല്ലേ? 25 കഴിഞ്ഞ് 26 ആയി. ഓക്കെ, 2 വർഷം 17,000 കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ്. എത്ര ചോദ്യം എത്ര? അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 14,75,000 രൂപ. ഫൈനലാ? നമ്മൾ ഓൾറെഡി വീഡിയോയിലെല്ലാം കുറച്ച് മാക്സിമം കുറച്ചിട്ടുള്ളത്. 14,75 HTX പ്ലസ് ഡീസൽ IMT ആണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ, 27 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പൊ പുതിയ വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പരിഗണിച്ചോ അല്ലെ, ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ഒരു 13 കയറും. കിട്ടും. ₹1 ഉണ്ടെങ്കിൽ ബാക്കി സുഖമായിട്ട് ലോൺ ഇറക്കാൻ പറ്റും. അടുത്തതാ ഫോക്സ് വാഗൺ ടൈഗോൺ വന്നു. ഇവിടെ നിന്ന് ടൈഗോൺ, കുഷാക്ക് കുറെ കാണാനുണ്ടല്ലോ. ഒരുപാടുണ്ട്. ഒരു 7-8 വണ്ടി നമ്മൾ ജർമ്മനായിട്ട് ഇനി കളിക്കും. ജർമ്മനായിട്ട് ടൈം ഇന്ത്യ വിട്ടു ഇനി. അപ്പൊ ഇത് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ടോപ്പിന്റെ ഇത് ടോപ്പ് ലൈൻ 1 ലിറ്ററിൽ ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് ലൈൻ ആണ് വരിക. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവും. ഓട്ടോമാറ്റിക്. ഓക്കെ, 1 ലിറ്റർ ടർബോ എഞ്ചിൻ, ഓട്ടോമാറ്റിക്, ടോപ്പ് ലൈൻ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. വയർലെസ് ചാർജർ ഉണ്ടാവില്ലേ? വയർലെസ് ചാർജർ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. സൺറൂഫ്, പുഷ് ബട്ടൺ എല്ലാം ഉണ്ട്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചെറിയ ടച്ചപ്പ് ഉണ്ടല്ലോ, അത് ക്ലിയർ ചെയ്യാനുണ്ട്. വണ്ടി കയറ്റി വെച്ചിട്ടുള്ളൂ. കസ്റ്റമർ ഇപ്പൊ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. പാർക്കിംഗ് സെയിലാണ്. ഇവരുടെ വണ്ടിക്ക് സാധാരണ 1 ഇയർ നമ്മൾ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ ആണ്. 4 വർഷമാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. 27 വരാണ്ട് വാറണ്ടി തന്നെ നിൽക്കുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ,
ഇപ്പൊ ക്ലെയിമോ കാര്യമൊന്നുമില്ല, ടയേഴ്സും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ജി ടിയിലേക്ക് സെക്കൻഡ് ഓണർ 53 സെക്കൻഡ് ഓണർ, നിങ്ങൾ ജി ടിയിലേക്ക് പോയാൽ പോലും കിട്ടാത്ത ഓപ്ഷനാണ് ഇതിൽ കിട്ടുന്നത്. ഉണ്ട്. വെന്റിലേഷൻ സീറ്റ് ഒന്നും സീറ്റ് ഒന്നും ജി ടിയിലില്ല, നിങ്ങൾക്ക് ഇതിലേ കിട്ടുള്ളൂ. അപ്പൊ എത്രയുടെ ചോദ്യം എത്രയാ? ഇത് റേറ്റ് വരുന്നത് 11,90,000 രൂപ. 11,90,000 നിങ്ങൾക്ക് 2023 മോഡൽ, 22 മോഡൽ, 23 രജിസ്ട്രേഷൻ. ഓക്കെ. ടൈഗോൺ 1 ലിറ്റർ ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? നമുക്കൊരു 85-90% ലോൺ കയറും. ചാൻസ് വീണ്ടും സെൽട്ടോസ്, കിയ സെൽട്ടോസ് ആണ്. KL 33 രജിസ്ട്രേഷൻ. കിയ മാത്രമല്ല, ഹ്യുണ്ടായി ക്രെറ്റയുണ്ട്. ഇതിന്റെ സെയിം സാധനം തന്നെ ഹ്യുണ്ടായിലുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ HTX ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വാഹനം വരുന്നത്. എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് GT ലൈൻ, അങ്ങനെയാണ് ഫീച്ചേഴ്സ് വരാം. പക്ഷെ ഇതിൽ തന്നെ പുഷ് ബട്ടൺ, സൺറൂഫ് ഇതിലില്ലാത്ത പറയാം. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ബാക്കി എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. സൺറൂഫ് അലോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ. 23 മോഡൽ 40,000. കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. പിന്നെ നമ്മുടെ വാറന്റി ഉണ്ടാവും വണ്ടി. 26 വരെ കമ്പനി വാറന്റി നിൽക്കുന്നത്. എത്ര? 7 മാസം. 7 മാസം. ഈ വർഷം 7 മാസം വരെ, ജൂലൈ വരെ വാറന്റിയിലാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ചെറിയൊരു കോസ്റ്റ് വരുള്ളൂ എക്സ്റ്റെൻഡ് ചെയ്യാൻ. പക്ഷെ ചെയ്ത് വെച്ചാൽ സമാധാനം, 2 വർഷം. ഓക്കെ. അപ്പോ അനസിന്റെ മൈലേജ് എത്രയാ ഓട്ടോമാറ്റിക് പെട്രോളിന്? എന്റെ മൈലേജ് 16 അല്ല, നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ്. കാരണം ഇവിടെ നിന്ന് അത്രയും സെൽട്ടോസ് ഇവര് വിൽക്കുന്നത്. നമ്മളെല്ലാ മാസം ഇപ്പൊ നിങ്ങൾ തന്നെ വീഡിയോ എല്ലാ മാസം ഒരു 3-4 വണ്ടി നിങ്ങൾ വിൽക്കുന്നുണ്ടാവും ഒരു മാസം. ഇവിടെ ചെയ്യുന്നുണ്ടാവും. സാധാരണ ഞാൻ ചെറിയ പെട്രോൾ ഹാച്ച് ബാക്കിന് ഞാൻ പറയാറ് 12 to 15 ആണ്. ഇവര് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 16 വരെ എന്ന് പറയുമ്പോൾ ഞാൻ സ്ട്രേറ്റ് റോഡേ പറയുള്ളൂ. സ്ട്രേറ്റ് റോഡിൽ 16 കിട്ടും. സിറ്റിയിൽ 12 ഒക്കെ ഞാൻ പറയുന്നുള്ളൂ. 11 to 16 വരെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. കാരണം ഞാൻ അത് ഓടിച്ച് കിട്ടിയോണ്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ആക്സിഡന്റ്. എത്ര ചോദ്യം? എത്ര? ഇതിപ്പോ 14.5 ലക്ഷം. 14,50,000 രൂപയ്ക്ക് 23 7 മാസം രജിസ്ട്രേഷൻ വരുന്ന HTX പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സെൽട്ടോസ്, സോറി, സെൽട്ടോസ് കൊണ്ടുപോകാം. പെട്ടെന്ന് ടൈഗോൺ ആയി. ഓക്കെ. അപ്പോൾ ലോൺ ഒരു 13 വരെ കിട്ടും. ഒരു ഫസ്റ്റ് 1-1.5 ബാക്കി ലോൺ ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്തതാ ഹ്യുണ്ടയുടെ ക്രെറ്റ വന്നു. KL 27 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. അതെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 പെട്രോൾ ഓട്ടോമാറ്റിക് DCT, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ SX ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. അതും 22 മാസമാണ്. 22 മാസം. 6 എയർ ബാഗ്, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, പിന്നെ DCT ഗിയർ ബോക്സ് ആണ് വരുന്നത്. സ്മൂത്ത് ആയിരിക്കും. ഡ്രൈവിംഗ് കാര്യമൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും അല്ലേ? വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ലല്ലോ? അതിന്റെ ഡിക്കി മാറിയിട്ടുണ്ട്. ഡിക്കി മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഡിക്കി മാത്രം നിലവിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി ഹിസ്റ്ററി തന്നെ ഉള്ളതാ? കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. കമ്പനിന്നാണ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ ആയിട്ടുണ്ട് അല്ലേ? അത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും അല്ല. ഡിക്കി മാത്രമേ മാറിയിട്ടുള്ളൂ. അത് ക്ലെയിം ആയിട്ട് ശരിക്കും ഒരു ഇടി വന്നിട്ട് ഗ്ലാസും പൊട്ടണ്ടാണ്. അപ്പൊ ഗ്ലാസ് മാറിയിട്ടില്ല. ചെറിയ എന്തെങ്കിലും പണിയൊന്നായിരിക്കും. അതെ. ഓക്കെ. അപ്പൊ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഇതിനപ്പുറം ഫീച്ചേഴ്സ് ഇല്ലല്ലേ? ഇതിന്റെ മുകളിലില്ല. ഇതിന്റെ മുകളിൽ വേറെ ഫീച്ചേഴ്സ് ഇല്ല. അപ്പോ എത്ര ചോദ്യം? ഇതിപ്പോ 15,70,50,000. നമ്മളിങ്ങനെ ഏതാ പറഞ്ഞ സ്പെക്ക് പറഞ്ഞില്ല? പെട്രോൾ 22 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് 18,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ പറയുന്നത് 15,75. ഓക്കെ. 15,70,75,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനം. ഓക്കെ. നിലവിലെ എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? ഇല്ല. കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഒരൊറ്റ ഡിക്കി നമ്മുടെ വാറണ്ടി ഉണ്ടാവും. ഇവരുടെ 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി. ഓക്കെ. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും നോക്കിയോ. ലോൺ എത്ര കയറും മാക്സിമം? 85-90%. അത് നമുക്ക് ഒരുവിധം വണ്ടികളൊക്കെ 85% എന്തായാലും ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. ഹ്യുണ്ടായുടെ ഒരു 7 സീറ്റർ വാഹനമാണിത്. ഹ്യുണ്ടായി അൽക്കാസർ. കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കറക്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും ന്യൂ ഷേപ്പ് ക്രെറ്റ പോലെ. അതെ. 7 സീറ്റർ അൽക്കാസർ ആണ്. 6 സീറ്റർ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. 7 സീറ്റർ ആണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ. ഏതാ മോഡൽ ഇത്? 2022 നേരത്തെ ക്രെറ്റ പറഞ്ഞ പോലെ തന്നെ 12 മാസമാണ് വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ ഓട്ടോമാറ്റിക് പ്ലാറ്റിനം ഓപ്ഷൻ. ഓക്കെ. ടോപ്പിന്റെ തൊട്ട് താഴെ. സീറ്റ് വെന്റിലേഷൻ ഇല്ല. ബാക്കി 360 ഡിഗ്രി ക്യാമറ, എല്ലാ ഫീച്ചേഴ്സും, മറ്റേ പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ, കാര്യങ്ങളൊക്കെ വരും. ഇവരുടെ 1 ഇയർ വാറണ്ടി ഉണ്ടാവും. ഇതിനെന്താ ക്ലെയിം ഉണ്ടോ? നേരത്തെ ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 48,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് 17,25,000 രൂപ. 17,25,000. ഓക്കെ. അപ്പൊ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളിന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ച് വരുമ്പോ ഒരു ക്രിസ്റ്റ ടയർ പൊട്ടിയിട്ട് പുതിയ ടയറാണ് അല്ലേ? പുതിയ ടയറാണ്. അത് പൊട്ടിയിട്ട് ഫ്രണ്ട് ടയർ പൊട്ടിയിട്ട് ലെഫ്റ്റ് പൊട്ടിയിട്ട് നിയന്ത്രണം വിട്ടിട്ട്
കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോക്ക്. അതെ. അപ്പോൾ ടയർ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അത് പുതിയ ടയറാണ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പുതിയ ടയർ ഇട്ടിട്ടേ ഉള്ളൂ, അധികം ഓടിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ടയർ വരെ പൊട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കോൺഷ്യസ് ആവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഡീസൽ 17,25,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക്. ടോപ്പ് എൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്നത് 2022 12-ാം മാസം എൽക്കാസറാണ്, 7 സീറ്റർ. മൈലേജ് എത്ര ഉണ്ടാവും പൊതുവെ? 16, 17, 18 അത്ര കിട്ടോ? ലോങ് കിട്ടും? ലോങ് കിട്ടും. 16, 17. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ലോണും ഒരു നമുക്ക് 85% ചെയ്യാം. ഒരു 16 above എന്തായാലും കിട്ടും. 85% എന്തായാലും കിട്ടും. ഓക്കെ, അടുത്തതാ ഹ്യുണ്ടായി ക്രെറ്റ KL 81 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ SX ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്. 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. നേരത്തെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ കണ്ടു, ബ്ലാക്ക് സെയിം സാധനം വൈറ്റ്, പക്ഷേ ഇത് 21 മോഡൽ. അതെ. 42,000 ഓട്ടം പറഞ്ഞാൽ 42,000 കിലോമീറ്റർ. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 13,90,000 രൂപ. 13,90,000 21 മോഡൽ SX ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ നിങ്ങൾക്ക് ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ഇതിലും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ലക്ഷറി ഫീലിൽ വണ്ടി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം. ലോണ് ഒരു 12-12.5 കിട്ടും. 12 എന്തായാലും കിട്ടും. വീണ്ടും ഫോക്സ് വാഗൺ ടൈഗൺ KL 3 എവിടെയായിരുന്നു? പത്തനംതിട്ട. കൊല്ലം പത്തനംതിട്ട. എന്താണോ പറയണേ? പത്തനംതിട്ട. കേരളത്തിലെ മാപ്പൊന്നും പഠിച്ചിട്ടില്ലേ? കേരളത്തിലെ മാപ്പൊന്നും പഠിച്ചിട്ടില്ലേ? ഓ, അതൊക്കെ മൂന്നാമത്തെ ജില്ല അതന്നെ. അതല്ലേ, ആയിക്കോട്ടെ. നാലാമത്തെ ഏതാ? അതൊക്കെ തന്നെ. ആലപ്പുഴ. ആലപ്പുഴ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2024 മോഡല് GT ലൈൻ ആണ്. പെട്രോള്, മാനുവല്, സിംഗിൾ ഓണർഷിപ്പിൽ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. GT ലൈൻ GT പ്ലസ് അല്ല. GT പ്ലസ് അല്ല, DST ഗിയർ ബോക്സ് ഒന്നും വരുന്ന വണ്ടിയല്ല, മാനുവൽ ആണ്. 1 ലിറ്റർ മാനുവൽ. ഒരു മിഡിൽ ഓപ്ഷൻ തന്നെ. അതിൽ GTന്റെ അലോയ് വീലൊക്കെ വന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത് 12,25,000 രൂപ. 12.4 ലക്ഷം. ഇത് ഡീക്രോം ചെയ്തിട്ട് തന്നെ വരുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്താണോ? അവർ ചെയ്തതായിരിക്കും അല്ലേ? അപ്പോൾ ക്ലെയിം ഒന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2028 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി 12.4 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. ലോണ് ഒരു 85-90% കൊടുക്കാം. ഓക്കെ, ഇനി ടൈഗോണിന്റെ കുഷാക്കിന്റെ ഒരു ചാകരാണ് വരാൻ പോകുന്നത്. ടൈഗോണും കുഷാക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടിങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വരാം. ഇപ്പൊ ഏകദേശം രണ്ടും കൂടി ഒരു 8-9 വണ്ടി ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അടുത്ത ടൈഗറാണ് KL 2 കൊല്ലം വണ്ടി. ഏതാ മോഡല്? ഇത് 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, ഹൈലൈൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കംഫർട്ട് ലൈൻ, ഹൈലൈൻ, ടോപ്പ് ലൈൻ, അങ്ങനെ വരാം. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. അലോയിൽ കാര്യങ്ങളല്ലാണ്ട് 22 മോഡൽ. 22 മോഡൽ 1 ലിറ്റർ എഞ്ചിൻ ആണ്. 1 ലിറ്റർ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഓക്കെ, 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ഇതും വാറണ്ടി ഉള്ള വണ്ടിയാണ്. ടോർക്ക് കൺവെർട്ടർ ആണ്. ഇതിൽ ഗിയർ ബോക്സ് വരിക. എത്രയുണ്ട് ചോദ്യം? ഇതിപ്പോ റേറ്റ് വരുന്നത് 11,25,000 രൂപ. വാറണ്ടി എത്ര വരിക? 2026 7 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ വർഷം 7 മാസം വരെ നിലവിൽ വാറണ്ടി ഉണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഒരു 10-10.25 വരെയൊക്കെ ലോൺ കയറും. 10-10.15 എന്തായാലും കയറും. 10.15. ഈ 1 ലിറ്റർ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇതിന് ഏകദേശം ഒരു 11-15 ഇടയിൽ മൈലേജ് കിട്ടും. ഇനി നമ്മൾ കുഷാക്കിലേക്ക് കിടക്കാണ്. 3 കുഷാക്ക് ഉണ്ട്. അതിൽ ഇത് KL 40, ഇനി ഒരു KL 40 കൂടെ വരാനുണ്ട്. അതെ അല്ലേ? അതും യു, ഇതും യു, എല്ലാം ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് 1.5 DSG ഗിയർ ബോക്സ് വരുന്ന സ്റ്റൈൽ ഫുൾ ഓപ്ഷൻ പെർഫോമൻസ് DSG ഗിയർ ബോക്സ്. അതെ, അതാണ് അറിയാത്തവർക്ക് പോളോ TSI അത് മാത്രം പറഞ്ഞാൽ മതി. പഴയ പോളോ TSI ആണ്. ഓക്കെ, അപ്പോൾ ആ ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ പെർഫോമൻസ് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു വാഹനം. 22 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. 2027 വരെ ഓൾറെഡി കമ്പനി വാറണ്ടി 27 വരെ ഉണ്ട് അല്ലേ? ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സ്റ്റൈല് ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 12.90 റേറ്റ്. 12,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. രാവിലെ 10-10:30 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയത്തിന് 8 മണി. കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാ വിടുന്നില്ല. ഓക്കെ, അപ്പോ ലോൺ എത്ര കയറില്ലേ? നമുക്ക് ഈ പറഞ്ഞ ഇതൊക്കെ ഒരു 90-95% എന്തായാലും കയറും. അടുത്ത കുഷാക്കാണ് KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ തന്നെ. KL 40U തന്നെയാണ്. ഇത് 2962 നമ്പർ വരുന്നത് അല്ലേ? അതെ. ഓക്കെ,
അപ്പോ എങ്ങനെയാ മോഡലൊക്കെ? ഇത് 2022 മോഡൽ തന്നെയാണ്. ഇത് പെട്രോള് മാനുവൽ സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. മാനുവൽ 1 ലിറ്ററിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1 ലിറ്റർ ടെർബോ എഞ്ചിൻ 22 മോഡലില്. ഇതിപ്പോ വാറണ്ടി കഴിഞ്ഞു. 26 എത്ര മാസം? 26 7 മാസം വരെ ഉണ്ട്. ഓക്കെ, ഈ വർഷം 7 മാസം വരെ, ജൂലൈ വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് ഇതും. ഈ വാറണ്ടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ എല്ലാം ക്ലെയിം ചെയ്യാനും ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. വേറെ ഓട്ടോ എത്ര പോയി? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല. ഇല്ല. അപ്പൊ മാനുവൽ ഉണ്ട്, DSG ഓട്ടോമാറ്റിക് ഉണ്ട്. ഇനി വേറെ അംബിഷൻ ഓട്ടോമാറ്റിക് ഉണ്ട് 1 ലിറ്റർ തന്നെ ഉള്ളത്. അപ്പൊ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് റേറ്റ് 10,90,000 രൂപ. 10,90,000 ഒരു കുഷാക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ റേറ്റ് ഒക്കെ ഏകദേശം ഫൈനൽ തന്നെയാണോ? എല്ലാം ഞാൻ കൊടുക്കുന്ന ഒരു വില ഇട്ടതാ. കാരണം നമ്മൾ ഇവിടെ ചോദിക്കുന്ന റേറ്റിനേക്കാളും പാകപ്പെടുത്തിയിട്ടാണ് വീഡിയോസിൽ എല്ലാ വണ്ടിയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏകദേശം അല്ല, എക്സാക്ട് ഫൈനൽ റേറ്റ് ആക്കിയിട്ട് ഇട്ടതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ പറയുന്നുള്ള ഏകദേശം ഫൈനൽ റേറ്റ് തന്നെയാണ്. കാരണം ഇവരെ OLX ഇവരെ മറ്റുള്ള പ്ലാറ്റ്ഫോം ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ കൂടുതലായിരിക്കും ചോദിച്ചിട്ടുണ്ട്. കൊടുക്കാൻ പറ്റുന്ന റേറ്റിന്റെ ഫൈനലാണ് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമല്ല, അവസാനത്തെ കുഷാക്കാണ്. KL 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 22 72 92. 22 72 92. നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. അതെ 22 കഴക്കൂട്ടല്ലേ? അതാണ് തോന്നുന്നു. ഒന്ന് കമന്റ് ചെയ്യണേ അറിയെങ്കിൽ. അപ്പോ എങ്ങനെയാ ഡീറ്റെയിൽ ഇത് 2022 മോഡൽ തന്നെയാണ്. അംബിഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 39,000 കിലോമീറ്റർ ഓടിച്ചു. 1 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനം. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും കേട്ടോ. സീറ്റ് റിലേഷൻ ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 39,000 ഓടിയിട്ടുള്ളത്. 11,25,000 റേറ്റ്. 11.4 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു കുഷാക്ക് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ആംബിഷൻ ഓപ്ഷൻ വരുന്ന വാഹനം. 2022 മോഡൽ, 22 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. മാക്സിമം ലോൺ കയറും. ഫസ്റ്റ് ഒരു ₹1 അടിക്കണം, ബാക്കി ലോൺ. ഇതിന്റെ വാറണ്ടി 26 വരിക. ഇത് 26 വരെ വാറണ്ടി ഉണ്ട്. 26 6 മാസം അങ്ങനെ വാറണ്ടി ഉണ്ട്. ഈ വർഷം ഇപ്പൊ കാണിച്ച കുഷാക്കും ടൈഗോണൊക്കെ നമുക്ക് വാറണ്ടിയിൽ നിലവിൽ കിടക്കുന്ന വണ്ടികളാണ്. ഓക്കെ, നിങ്ങൾ അടുത്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഉപയോഗിക്കും. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ ഇന്നോവ ക്രിസ്റ്റ, ഒരു 7 സീറ്റർ വാഹനമാണ്. KL 53 രജിസ്ട്രേഷൻ. പട്ടാമ്പി അറിയാലേ? ഓക്കെ, ഈ അടുത്ത് കൊടുത്തേ ഉള്ളൂ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് GX ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 1.24 ഓട്ടം. 1.24 ഡീസൽ ഓട്ടോമാറ്റിക്. 19 GX ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഒറിജിനൽ കേരള ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ്. നല്ലൊരു വൈൻ റെഡ് കളർ. ഓക്കെ, കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. പിന്നെ 1.24 ഒന്നും ക്രിസ്റ്റനെ സംബന്ധിച്ച് ഒരു ഓട്ടമല്ല. അതൊക്കെ എടുക്കുന്നവർക്ക് എന്തായാലും പറയുന്നതാണ് അല്ലേ? അപ്പൊ എത്ര ഇതിന്റെ ചോദ്യം? ഇത് റേറ്റ് വരുന്നത് 19,75,000 രൂപ. 19.75. 19 GX ഓട്ടോമാറ്റിക് ഡീസൽ. അപ്പൊ താല്പര്യം വിളിച്ചോ. ആ ഒരു വർഷം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞു. ഡീറ്റെയിൽ പറഞ്ഞു. അത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ആണ്. അത് ഡീസൽ ഓട്ടോമാറ്റിക് Z ആണ് ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പൊ വില ഉണ്ടാവുമല്ലോ. അത് റേറ്റ് 29,75,000 രൂപ. ഒരു കസ്റ്റമർ ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ ഇവിടെ സ്റ്റോക്ക്. ലോ കിലോമീറ്റർ വണ്ടി ഉണ്ട്. 11,000 മാത്രം ഓടിയ 19 മോഡൽ 20 രജിസ്ട്രേഷൻ. സെഡ് ഓട്ടോമാറ്റിക്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്. അപ്പൊ അത് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ലോ കിലോമീറ്റർ ആണ്. അപ്പൊ ഇത് 1.25 ഓടിയിട്ട് ചോദിക്കുന്നത് 19,75,000. ഓക്കെ, 2019 മോഡൽ GX ഓട്ടോമാറ്റിക്. ലോൺ എത്ര കയറില്ലേ? ഇതൊക്കെ നമുക്കൊരു 85% ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഒരു പ്രീമിയം SUV ജീപ്പ് കോമ്പസ് KL 31 രജിസ്ട്രേഷൻ. ഇത് നമ്മൾ മുന്നേ കാണിച്ചാ? കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ ഒന്നും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, കുറെ മാറ്റങ്ങളുണ്ട്. നമ്മള് എൻ്റയർലി റേറ്റ് വെട്ടി കുറച്ച് TVK ചെയ്യും. ഏതാ മോഡല്? ഇത് 2019 മോഡല് ഡീസൽ മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലിമിറ്റഡ് ആണ് വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ ലിമിറ്റഡ് പ്ലസ് ആണ് ഇതിന്റെ വില. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഒരു 12-16 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും അല്ലേ? ലോങ്ങിലൊക്കെ 16 വരെയൊക്കെ മൈലേജ് കിട്ടും. പെർഫോമൻസ് അത് തന്നെയാണ് ഹൈലൈറ്റ്. അതെ. ഓക്കെ, ഇത് 10,35,000 രൂപയാണ് നമ്മുടെ ഫൈനൽ റേറ്റ് ആണ്. ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാനും പറ്റും. ഫുൾ ലോണിൽ ഒരു ജീപ്പ് കോമ്പസ് കൊണ്ടുപോകാം. 10,35 ആണ് ഫൈനൽ റേറ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ എല്ലാ കാറും ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് തന്നെയാണ്. എല്ലാം നമ്മൾ അത് നേരത്തെ ചോദിച്ചതൊന്ന് ഉറപ്പ് വരുത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക്
ഈ കാണിച്ച സ്റ്റോക്കിൽ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും, ഇനി അതല്ല ഇത് ഇനിയും സ്റ്റോക്കുകളിൽ വരാനൊക്കെ ഉണ്ട്, RF ആയിട്ട് വണ്ടികളുണ്ട് അല്ലേ? അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും നമ്പർ, അതിലേക്ക് വിളിച്ചാൽ മതി. അനസിൻ്റെ കോൺടാക്ട് തന്നെയാണ്, അനസിന് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്ത ആരെങ്കിലും, സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു അനസേ. താങ്ക് യു. ബൈ.